തിരഞ്ഞെടുക്കുന്ന ബ്രാൻഡ് അനുസരിച്ച് നമുക്ക് ഒരുപാട് ഗുണങ്ങളും ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരുപാട് ദോഷങ്ങളും ഉണ്ട്. അദാനി സോളാറിന് ഒരുപാട് ഗുണങ്ങളുണ്ട് എങ്കിൽ കൂടിയും ഈ സോളാർ പാനൽസിന്റെ ഒരു ദോഷമായിട്ട് എല്ലാവരും പറയുന്നത് ഇപ്പോൾ മൈക്രോടെക്കിന് വേണ്ടിയിട്ട് സോളാർ പാനൽസുകളൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്നത് മറ്റ് കമ്പനികളാണ്. മൈക്രോടെക്കിന്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് പറയുന്നത് അവരുടെ സർവീസ് സപ്പോർട്ട് തന്നെയാണ്. നമസ്കാരം, എല്ലാവർക്കും GAG ഓട്ടോമേഷന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങൾ കാണാം രണ്ട് പാനൽസിന് മുമ്പിലാണ് നിൽക്കുന്നത്. ഈ പാനൽസിന്റെ പ്രത്യേകതകളെ കുറിച്ച് തന്നെ പറയാനാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. എല്ലാ ആളുകളും സോളാറിലേക്ക് മാറുന്ന ഒരു കാലമാണ്. അപ്പോൾ പല ആളുകളും ഈ ഓൺ ഗ്രിഡ് വേണോ, ഓഫ് ഗ്രിഡ് വേണോ, അല്ലെങ്കിൽ ഹൈബ്രിഡ് വേണോ എന്നൊക്കെ ആയിരിക്കും കൂടുതൽ റിസർച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ 3 കിലോ വാട്ടാണോ ആവശ്യം, 5 കിലോ വാട്ടാണോ ആവശ്യം എന്നായിരിക്കും നമ്മൾ കൂടുതൽ ചിന്തിക്കാനെ കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യുന്നത്. പക്ഷേ കൂടുതൽ ആളുകളും വിട്ടുപോകുന്ന ഒരു കാര്യം, പാനൽസ് ഏത് ബ്രാൻഡാണെന്ന് തിരഞ്ഞെടുക്കുന്നതിൽ പല ആളുകളും വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളൊരു സോളാർ കമ്പനിയുമായിട്ട് നമുക്ക് സോളാർ വെക്കണമെന്ന് പറഞ്ഞ് ചെല്ലുന്ന സമയത്ത് അവർ പലതരത്തിൽ നമ്മളിപ്പോൾ ഇന്ന ബ്രാൻഡിലുള്ള സോളാർ പാനൽസ് ആണ് വെക്കുന്നതെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലൊരു റിസർച്ചിൽ പോകാറില്ല. ഓക്കെ, ആ പാനൽസ് ആണ് നമുക്കിപ്പോൾ ഓൺ ഗ്രിഡ് ആണോ വേണ്ടത്, അല്ലെങ്കിൽ ഹൈബ്രിഡ് ആണോ വേണ്ടത് എന്ന് പറയും, അല്ലെങ്കിൽ നമുക്ക് ഇത്ര കിലോ വാട്ടാണ് ആവശ്യമെന്ന് പറയും. പക്ഷേ ഈ പറയുന്ന ബ്രാൻഡിന് വലിയ രീതിയിലുള്ള ഒരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ബ്രാൻഡ് അനുസരിച്ച് നമുക്ക് ഒരുപാട് ഗുണങ്ങളും ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരുപാട് ദോഷങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഫോണൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്തായാലും നമ്മൾ അതിൻ്റെ ബ്രാൻഡ് നോക്കാറുണ്ട്. ഇപ്പോൾ ഐഫോൺ എന്നൊക്കെ പറയുമ്പോൾ പല ആളുകൾക്കറിയാം അതിനൊരു പ്രത്യേക ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ അതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളൊരു സോളാർ പാനൽ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ബ്രാൻഡ് ഏതാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത്, എൻ്റെ വലതുഭാഗത്ത് കാണുന്നത് അദാനിയുടെ പാനൽസ് ആണ്, എൻ്റെ ഇടതുഭാഗത്ത് കാണുന്നത് മൈക്രോടെക്കിന്റെ പാനൽസുകളാണ്. സോളാർ മേഖലയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ നിർമ്മാതാക്കളാണ് അദാനി എന്ന് പറയുന്നത്. മൈക്രോടെക് എന്ന് പറയുമ്പോൾ ഇൻവെർട്ടർ ബാറ്ററികളിലൊക്കെ കൂടുതൽ പേര് കേട്ട ഒരു കമ്പനിയാണ് മൈക്രോടെക് എന്ന് പറയുന്നത്. 2017 അദാനി ഗ്രൂപ്പ് സോളാർ മേഖലയിലേക്ക് വരുന്നത്. ലോകത്തിലെ ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള സോളാർ പാനലുകളുടെ ലിസ്റ്റ് ആയിട്ടുള്ള ബ്ലൂംബർഗ് ടയർ 1 ലിസ്റ്റിൽ അദാനി പാനൽസ് ഇടം പിടിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ സ്വതന്ത്ര ലാബായിട്ടുള്ള കിവ PVL അദാനിയെ തുടർച്ചയായിട്ട് 7 വർഷമാണ് ടോപ്പ് പെർഫോമർ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അദാനിയുടെ ഹെഡ് ഓഫീസ് വരുന്നത് ഗുജറാത്തിലാണ്. സോളാർ പാനലിന് ആവശ്യമായിട്ടുള്ള ഇൻഗട്ടുകള്, വേഫറുകള്, സെല്ലുകള് ഒക്കെ ഇവര് തന്നെയാണ് മാനുഫാക്ചറിങ് ചെയ്യുന്നത്. ഇതുവരെ ഇവര് ഇന്ത്യയിലും US-ലും ആയിട്ട് 10 ജിഗാവാട്ടിലധികം സോളാർ പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ പ്രൊഡക്ട്സുകൾ സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി കൂടുതലാണ് എന്നുള്ളതാണ്. എന്നാൽ അതേസമയം ഈ ബിൽഡ് ക്വാളിറ്റി കൂടുതലാണ് എങ്കിൽ കൂടിയും ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഇതിനെ കൺട്രോൾ ഇല്ല എന്നുള്ളതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ടോപ്കോണിന്റെ DCR പാനൽസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അദാനിയാണ്. ഗുജറാത്തിലെ മുദ്രയില് ഇവരെ 800 ഏക്കറിലധികം വരുന്ന വിസ്തൃതിയിൽ ഒരു ഫാക്ടറി സ്ഥാപിച്ചിട്ടുണ്ട്. അദാനി സോളാറിന് ഒരുപാട് ഗുണങ്ങളുണ്ട് എങ്കിൽ കൂടിയും ഈ സോളാർ പാനൽസിന്റെ ഒരു ദോഷമായിട്ട് എല്ലാവരും പറയുന്നത് ഇതിന്റെ സർവീസ് കുറവാണ് എന്നുള്ളതാണ്. അതായത് കേരളത്തില് അദാനി സോളാർ പാനൽസിന് സർവീസ് സെന്ററുകളില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സർവീസ് ഒക്കെ കിട്ടുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇൻവെർട്ടർ ബാറ്ററികളിലൂടെ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു കമ്പനിയാണ് മൈക്രോടെക് എന്ന് പറയുന്നത്. ഇപ്പോൾ മൈക്രോടെക്കിന്റെ ഹെഡ് ഓഫീസ് വരുന്നത് ഡൽഹിയിലാണ്. 1989 ജൂലൈ 19 മൈക്രോടെക് ഔദ്യോഗികമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതായത് മൈക്രോടെക്കിന് 36 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ്. മൈക്രോടെക്കിന്റെ സോളാർ പാനൽസിലേക്ക് വരുമ്പോൾ അത് സോളാർ പാനൽസുകൾ നിർമ്മിക്കുന്നത് മറ്റ് കമ്പനികളാണ്. ഇപ്പോൾ മൈക്രോടെക്കിന് വേണ്ടിയിട്ട് സോളാർ പാനൽസുകളൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്നത് റെയ്സോൺ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. പവർ ബാക്ക് രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് ലക്ഷ്യമിട്ടാണ് മൈക്രോടെക് ഇന്ത്യയിൽ അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്ന് കോടിക്കണക്കിന് ഉപഭോക്താക്കളുടെ വിശ്വാസം നേടിയെടുക്കാനായിട്ട് മൈക്രോടെക്കിന് എളുപ്പം സാധിച്ചു കഴിഞ്ഞു എന്നുള്ളത് അവിടെ വലിയൊരു പ്രത്യേകതയാണ്. ഇൻവെർട്ടറുകൾ, സോളാർ ഉൽപ്പന്നങ്ങൾ, പവർ ബാക്ക് സൊല്യൂഷൻസ് എന്നിവയിൽ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കമ്പനിയായിട്ട് മൈക്രോടെക് ഇന്ന് വളർന്നു കഴിഞ്ഞു. മൈക്രോടെക്കിന് വേണ്ടിയിട്ട് അവരുടെ സോളാർ പാനൽസുകളൊക്കെ നിർമ്മിക്കുന്നത് മറ്റൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ ഇവരുടെ മാനുഫാക്ചറിങ് കൺട്രോൾസ് ഇവർക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി ഇപ്പോൾ അദാനി സോളാർ പാനൽസിനെ അപേക്ഷിച്ച് കുറച്ച് കുറവാണ്. മൈക്രോടെക്കിന്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് പറയുന്നത് അവരുടെ സർവീസ് സപ്പോർട്ട് തന്നെയാണ്. മൈക്രോടെക്കിന് കേരളത്തിലുടനീളം സർവീസ് സെന്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സർവീസ് ഒക്കെ കിട്ടാനായിട്ട് കൂടുതൽ എളുപ്പമാണ്. വാറന്റിയുടെ കാര്യത്തിലൊന്നും നമ്മൾ അധികം പേടിക്കേണ്ട ആവശ്യമില്ല. അദാനി പാനൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർവീസ് ആണ് മോശമെങ്കിൽ മൈക്രോടെക്കിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സർവീസിനാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ആളുകളുടെ പ്രശംസ കിട്ടിയിട്ടുള്ളത്. മൈക്രോടെക്കിന് തന്നെ ബാറ്ററി, ഇൻവെർട്ടറുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ഫുൾ പാക്കേജ് ആണ് കിട്ടുന്നത്. മറ്റൊരു കമ്പനിയെ നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നില്ല എന്നുള്ളത്
മൈക്രോടെക്കിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. മൈക്രോടെക്കിന് രാജ്യത്തുടനീളം തന്നെ 8000-ലധികം ഡീലേഴ്സും 1000-ഓളം ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഉണ്ട്. രാജ്യത്തുടനീളം തന്നെ ഇവർക്ക് 150-ലധികം സർവീസ് സെന്റേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല രീതിയിലുള്ള ഒരു കസ്റ്റമർ സർവീസ് നൽകാനായിട്ട് ഇവർക്ക് കഴിയുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ കാര്യത്തിലാണ് എങ്കിൽ ഉൾപ്രദേശങ്ങളിൽ തന്നെ ഇവർക്ക് ഡീലർമാരും ടെക്നീഷ്യന്മാരും ഉണ്ട്. കസ്റ്റമേഴ്സിന് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർക്കൊരു റിസർച്ച് ഡെവലപ്മെന്റ് ടീം തന്നെ ഉണ്ട്. മൈക്രോടെക്കിന്റെ കാര്യം എടുക്കുമ്പോൾ ഇവരുടെ സോളാർ പാനൽസുകൾ ആയിക്കോട്ടെ, മറ്റു ഉൽപ്പന്നങ്ങളായിക്കോട്ടെ നമുക്ക് എളുപ്പത്തിൽ ലഭ്യമാണ്. ഇപ്പൊ നിങ്ങൾ സോളാർ പാനൽസുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ അദാനിയുടെയോ മൈക്രോടെക്കിന്റെയോ പാനൽസുകളാണ് ഈ കമ്പനി ഓഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിച്ച് ഇവ തിരഞ്ഞെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇന്ധനവില, LPG, കറണ്ട് ബില്ല് എന്നിവയൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതിന് ഒരു ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് സോളാർ പാനൽസിലേക്കൊക്കെ മാറുക എന്നുള്ളതാണ്. എന്റെ കറണ്ട് ബില്ലൊക്കെ കുറവാണ്, ഞാൻ എന്തിന് സോളാർ പാനൽസിലൊക്കെ മാറണം എന്നുള്ള ഒരു ചിന്ത എല്ലാ ആളുകൾക്കും ഉണ്ടായിരിക്കും. വരും വർഷങ്ങളിൽ കറണ്ട് ബില്ലൊക്കെ കൂടാനാണ് സാധ്യത. അതായത് കറണ്ട് ബില്ല് മാത്രമല്ല, LPG ആയിക്കോട്ടെ, ഇന്ധനവില ആയിക്കോട്ടെ, എല്ലാം കൂടുന്ന ഒരു അവസ്ഥയിലാണ്. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ സോളാർ പാനൽസിലേക്ക് മാറുകയാണ് എങ്കിൽ നമുക്ക് കൂടുതൽ ലാഭം കിട്ടും എന്നുള്ളതാണ്. ഇപ്പൊ അദാനി ആയാലും മൈക്രോടെക് ആയാലും നമുക്ക് 30 വർഷത്തെ വാറന്റിയാണ് ലഭിക്കുന്നത്. സോളാർ പാനൽസിലേക്കൊക്കെ മാറുന്ന ആളുകളുടെ കൂടുതൽ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് കറണ്ട് ബില്ല് കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ വീട്ടിൽ ഇപ്പൊ 3000, 8000, 6000 അല്ലെങ്കിൽ അതിൽ കുറവോ കൂടുതലോ ആയിട്ടുള്ള കറണ്ട് ബില്ലുള്ള ആളുകൾ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലാഭം കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ സോളാർ പാനൽസുകൾ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഗ്രിഡിലേക്ക് വൈദ്യുതി കൊടുക്കാനും ഗ്രിഡിൽ നിന്ന് നമുക്ക് വൈദ്യുതി എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതുവഴി നമുക്ക് ബാക്കപ്പ് യൂണിറ്റ്സുകളിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് KCB നിന്ന് പൈസ കിട്ടാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു സോളാർ പാനൽസുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് കൃത്യമായിട്ടുള്ള ബ്രാൻഡ് അല്ല എങ്കിൽ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇത് അധിക കാലം നിലനിൽക്കില്ല എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് വളരെ ഒരു മോശപ്പെട്ട ഒരു ബ്രാൻഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഗുണങ്ങളൊന്നും തന്നെ കിട്ടില്ല. കാരണം നിങ്ങൾ ചെലവാക്കുന്ന പൈസയ്ക്ക് ഗുണം കിട്ടുന്ന തരത്തിലുള്ള ഒരു തീരുമാനമായിരിക്കണം നിങ്ങൾ സോളാർ പാനൽസുകൾ തിരഞ്ഞെടുക്കുമ്പോൾ എടുക്കേണ്ടത്. ഇപ്പൊ ക്വാളിറ്റിയുടെ കാര്യത്തിൽ അദാനി പാനൽസ് ആയിക്കോട്ടെ, മൈക്രോടെക് പാനൽസ് ആയിക്കോട്ടെ, രണ്ടും മികച്ചത് തന്നെയാണ്. ഇപ്പോൾ അദാനി ആയാലും മൈക്രോടെക് ആയാലും ക്വാളിറ്റി ഉള്ള സോളാർ പാനൽസുകൾ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് GAG ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. 30 വർഷത്തെ സോളാർ വാറന്റി, 78000 വരെ സബ്സിഡി, അതോടൊപ്പം തന്നെ മികച്ച സർവീസ് സപ്പോർട്ട്, ക്വാളിറ്റി പ്രൊഡക്ട്സ് എന്നിവയെല്ലാം നിങ്ങൾക്ക് GAG നിന്ന് ലഭിക്കുന്നുണ്ട്. സോളാർ പാനൽസുകളൊക്കെ വെക്കാൻ പോകുന്നതിന് മുമ്പ് പലർക്കും ഉള്ള ഡൗട്ട് ഏത് വെൻഡേഴ്സിനെ തിരഞ്ഞെടുക്കണം എന്നുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അതൊരു മികച്ച കമ്പനി ആണോ എന്നുള്ളതാണ്. കമ്പനിക്ക് എത്ര കാലം ഈ ഒരു സോളാർ മേഖലയിൽ പാരമ്പര്യം ഉണ്ട് എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ കമ്പനി നൽകുന്ന സർവീസുകൾ എങ്ങനെയാണ്, കമ്പനിയുടെ പ്രൊഡക്ട്സ് എങ്ങനെയാണ്, കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന പാനൽസുകളെ വാറന്റി എങ്ങനെയാണ്, കമ്പനി നൽകുന്ന പ്രൊഡക്ട്സുകൾ ബ്രാൻഡഡ് ആണോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് റിസർച്ച് ചെയ്തിട്ട് വേണം ഒരു സോളാർ പാനൽസുകൾ തിരഞ്ഞെടുക്കാൻ. ഇത്രയും കാര്യങ്ങൾ റിസർച്ച് ചെയ്യുന്നതെന്ന് പറയുന്നത് സോളാർ പാനൽസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഉപയോഗിച്ചിട്ട് നാളെ ഉപയോഗിക്കുന്ന ഒരു വസ്തുവല്ല. പകരം നമുക്ക് ഇതൊരു 30 വർഷത്തെയൊക്കെ ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് തിരഞ്ഞെടുക്കുമ്പോൾ കൃത്യമായിട്ടും ക്വാളിറ്റി ഉള്ള സോളാർ പാനൽസുകൾ തന്നെ തിരഞ്ഞെടുക്കണം. അപ്പോൾ ഇതിനൊക്കെ നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും മികച്ചൊരു സ്ഥാപനമാണ് GAG എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള മികച്ച ബ്രാൻഡഡ് ആയിട്ടുള്ള സോളാർ പാനൽസ് ഒക്കെ ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അദാനിയുടെയും മൈക്രോടെക്കിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങൾ സോളാർ പാനൽസുകളൊക്കെ തിരഞ്ഞെടുക്കാൻ പോകുമ്പോൾ കൃത്യമായിട്ടും അതിന്റെ ബ്രാൻഡ് ഏതാണെന്ന് നോക്കിയിരിക്കണം. അത് അദാനിയും മൈക്രോടെക്കും ആണ് എങ്കിൽ നിങ്ങൾക്ക് വിശ്വസിച്ച് അത് തിരഞ്ഞെടുക്കാവുന്നതാണ്.